മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റാണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഫോക്കസ് പോയിന്റിലെ, അതായത് ഫോക്കസ് ഏരിയയിലെ +2 ടോപ്പിക്സാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ. കുറച്ച് ദിവസമായി ഞാൻ നിങ്ങളുടെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്നു. പക്ഷെ 10th ഒന്ന് കുറച്ച് അപ്ലോഡ് ആയതിന് ശേഷം ഇത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ 10th നമുക്ക് ഓൾമോസ്റ്റ് ഒരു 2 ചാപ്റ്റേഴ്സ് റിമൈനിങ് ഉള്ളൂ. അപ്പോൾ ഇത് ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് വെനസ്ഡേ ആയിട്ട് തന്നെ +2 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഞാൻ വിചാരിക്കുന്നത് ലാസ്റ്റ് പാർട്ടിൽ നിന്നാണ് ഞാൻ എടുത്തു തുടങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടോപ്പിക്സിലെ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും എക്സാമിന് ഉണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ ലാസ്റ്റ് പാർട്ടിലാണ് കുറേ പോർഷൻസ് സ്കിപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ലാസ്റ്റ് ചാപ്റ്ററാണ് ഞാൻ ആദ്യം എടുത്തത്. അപ്പോൾ ലാസ്റ്റ് നിന്ന് നമ്മൾ എടുത്തെടുത്ത് പോരാം. അതായത് ഫോക്കസ് ഏരിയയിലെ പോയിൻറ്റ്സ് മാത്രമാണ്. ഇപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനുള്ള രണ്ട് ടോപ്പിക്കാണ് എക്സാമിനുള്ളത്. ഒന്ന് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സും ഒന്ന് കണ്ടീഷണൽ പ്രോബബിലിറ്റി. എന്താണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി? നമുക്കൊരു കണ്ടീഷൻ തരും. ആ കണ്ടീഷൻ തന്നിട്ട് അതിൽ നിന്നും നമ്മൾ മറ്റതിനെ ചിന്തിച്ച് നമ്മൾ എഴുതുന്നതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. അതായത് P of A given B എന്ന് പറഞ്ഞാൽ P of A intersection B divided by P of B. അതായത് ഗിവൺ ആയിട്ടുള്ളതിനെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവരിക. അപ്പോൾ ആ കണ്ടീഷണൽ പ്രോബബിലിറ്റിയും ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സും ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള എല്ലാ പ്രോബ്ലംസും തന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒരു പക്ഷേ 1-2 ക്ലാസ്സസ് ആയിട്ട് അല്ലെങ്കിൽ വീഡിയോസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് അപ്ലോഡ് ആക്കുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് തന്നെ കടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if A and B are 2 events such that probability of A equal to 0.8, probability of B equal to 0.5 and probability of B given A equal to 0.4, then find probability of A given B. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ദറ്റ് ഈസ് ഈക്വൽ ടു 0.8, പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 0.5, പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ദറ്റ് ഈസ് ഈക്വൽ ടു 0.4, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇത് കണ്ടുപിടിക്കേണ്ട ഫോമുല എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ദറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ഈ ഗിവൺ ഡിനോമിനേറ്ററിൽ എന്താണോ അതാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇവിടുത്തെ ഗിവണായിട്ട് വരുന്നതാണ് ഇവിടെ ഡിനോമിനേറ്ററിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇല്ലാത്ത ഡേറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. പക്ഷേ ഇവിടെ ബി ഗിവൺ എ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എയുടെ ഫോമിൽ എഴുതുക. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ ബൈ പ്രോബബിലിറ്റി ഓഫ് എ. ബി ഗിവൺ എ എന്ന് പറഞ്ഞാൽ 0.4 ആണ്. ഇൻ്റർസെക്ഷൻ നമുക്കറിയില്ല. എ ഇൻ്റർസെക്ഷൻ ബിയും ബി ഇൻ്റർസെക്ഷൻ എയും സെയിം ആണ്. പക്ഷേ പ്രോബബിലിറ്റി ഓഫ് എ അറിയാം 0.8. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ദറ്റ് ഈസ് ഈക്വൽ ടു 0.4 ഇൻറ്റു 0.8. അപ്പോൾ 0.32 നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കിട്ടി. 4 × 8 അപ്പോൾ 32. ഇനി എന്ത് ചെയ്യണം? നമുക്കതാ ഇവിടുന്ന് അടുത്ത് ഫൈൻഡ് ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എ ഗിവൺ ബി ദറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എത്രയാണ്? 0.32 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 0.5. അപ്പോൾ നമുക്ക് രണ്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആൻസർ കിട്ടും. അതായത് 0.64. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 2 events E and F are such that P of E equal to 0.6, P of F equal to 0.2 and P of E given F that is equal to 0.68. Are E and F independent? ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ പറയുന്നത് P of E എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഓഫ് E 0.6 ആണ്. പ്രോബബിലിറ്റി ഓഫ് F എന്ന് പറയുന്നത് 0.2 ആണ്. പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.68 ആണ്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഇ ആൻഡ് എഫ് ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ ഇത് തന്നിട്ടുണ്ടല്ലോ, അതായത് പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് ഇതാണെങ്കിൽ അതിൻ്റെ ഫോമുല ഉണ്ട്. എന്താ ഫോമുല? ഇ യൂണിയൻ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ പ്ലസ്
പ്രോബബിലിറ്റി ഓഫ് എഫ് മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ്. ഇ യൂണിയൻ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.68 ആണ്. പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ 0.6 പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ 0.2 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ഇനി ഇവിടേക്ക് കൊണ്ടുവന്നു. പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ദാറ്റ് ഇസ് ഈക്വൽ ടു 0.8 മൈനസ് 0.68. അപ്പോൾ എനിക്ക് എന്ത് ചെയ്തു? 0.80 മൈനസ് 68. അപ്പോൾ സബ്ട്രാക്ഷൻ ചെയ്തപ്പോൾ 2 വന്നു, ഇവിടെ 1 വന്നു. 0.12 ആണ് ഇൻ്റർസെക്ഷൻ കിട്ടിയത്. ഓക്കെ, നമ്മളോട് ചോദിച്ചേക്കണേ ഇ ആൻഡ് എഫ് ആർ ഇൻഡിപെൻഡൻ്റ് എന്നാണ് ചോദിച്ചേക്കണേ. നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എഫ് എന്ന് പറയുന്നത് ഇതും സെയിം ആയിരിക്കണം. ഇതാണ് ഫോർമുല ഇ ഇൻ്റർസെക്ഷൻ എഫിൻ്റെ. പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ 0.6 ആണ്, പ്രോബബിലിറ്റി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ 0.2 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താലോ പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ദാറ്റ് ഇസ് ഈക്വൽ ടു 0.12. ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതും രണ്ടും നോക്കൂ. ഇ ഇൻ്റർസെക്ഷൻ എഫ് 0.12 ആണ്, 0.2 ആണ് ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്തപ്പോൾ കിട്ടിയതും 12 ആണ്. അപ്പോൾ ഇത് 1 കൊടുത്തു, ഇത് 2 കൊടുത്തു, ഇത് രണ്ടും സെയിം ആണ്. അതിനാൽ നമുക്ക് എന്ത് പറയാം? ഇ ആൻഡ് എഫ് ആർ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് അല്ലേ? അപ്പോൾ ഫ്രം 1 and 2 നമുക്ക് വി ക്യാൻ റൈറ്റ് ഇ ആൻഡ് എഫ് ആർ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. Okay. Third question. Probability of A equal to 0.8, probability of B equal to 0.5, probability of B given A equal to 0.4. Then find probability of A union B. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ദറ്റ് ഇസ് ഈക്വൽ ടു 0.8, പ്രോബബിലിറ്റി ഓഫ് ബി ദറ്റ് ഇസ് ഈക്വൽ ടു 0.5. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ദറ്റ് ഇസ് ഈക്വൽ ടു 0.4. ദെൻ ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദെൻ ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. അപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഈ മോഡൽ തന്നെ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനത് കാരണം ഇത് ചെയ്യുന്നില്ല. അതായത് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ നമുക്ക് ഫോർമുല അറിയാം. ഇപ്പോൾ ഇതിനുള്ളിൽ ബി ഗിവൺ എയിൽ നിന്ന്, അതായത് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എയിൽ നിന്ന് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് എ, ഈ ഫോർമുല എടുക്കുക. ഈ ഫോർമുലയിൽ എ ഇൻ്റർസെക്ഷൻ ബി ഫൈൻഡ് ചെയ്യണം. ബി ഗിവൺ എ തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ കിട്ടും. അപ്പോൾ അത് ഇവിടെ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്കിത് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For two independent events A and B, which of the following pair of events need not be independent? For two independent events A and B, which of the following pair? നമുക്ക് 4 പെയർ തന്നിട്ടുണ്ട്. A ഡാഷ് ബി ഡാഷ് എന്നൊരു പെയർ, എ ബി ഡാഷ്, അതേപോലെ എ ഡാഷ് ബി, എ മൈനസ് ബി, ബി മൈനസ് എ, 4 എണ്ണമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചേക്കാണ് ഫോർ ടു ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എ ആൻഡ് ബി. എയും ബിയും ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് ഇവൻറ്റ്സ് നീഡ് നോട്ട് ബി ഇൻഡിപെൻഡൻറ്റ്? ഇൻഡിപെൻഡൻ്റ് ആകണം എന്നില്ലാത്ത ഇവൻറ്റ് ഇതിലേതാണ്? കാരണം ഇത് 3ഉം ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞ് നമുക്ക് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആകണം എന്നില്ലാത്ത ഇവൻറ്റ് ഏതാണ്? ഈ ചോയ്സാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ മൈനസ് ബി, ബി മൈനസ് എ, ഇതാണ് നമുക്ക് ചോയ്സ്. ഇത് 3ൻ്റെയും പ്രൂഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രൂഫ് ഒരെണ്ണം ഞാൻ കാണിച്ചു തരുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. 5th ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു 0.6, പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു 0.7 ആൻഡ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ദറ്റ് ഇസ് ഈക്വൽ ടു 0.9. ദെൻ ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ദറ്റ് ഇസ് ഈക്വൽ ടു 0.6 ആണ്, പ്രോബബിലിറ്റി ഓഫ് ബി ദറ്റ് ഇസ് ഈക്വൽ ടു 0.7 ആണ്, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് 0.9 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് എ ഗിവൺ ബിയും ബി ഗിവൺ എയും, ഇത് രണ്ടുമാണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ബി ഗിവൺ എ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മളങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി,
probability of A union B, that is equal to probability of A plus probability of B minus probability of A intersection B. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് തന്നിട്ടുണ്ട് 0.9, പ്രോബബിലിറ്റി ഓഫ് എ 0.6, 0.7 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഇവനെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ദറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്കിത് രണ്ടും കൂടി ആഡ് ചെയ്തു, 0.6 പ്ലസ് 0.7. ഓക്കെ, അപ്പോൾ 3 വന്നു, 1.3, അതായത് 1.3 മൈനസ് 0.9, 0.9 എടുത്തു. അപ്പോൾ നമുക്ക് 13ൽ നിന്ന് 9 പോയാൽ 0.4, അതായത് 0.4 ആണ് ആൻസർ. ഓക്കെ, 0.4 ഇൻ്റർസെക്ഷൻ. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ഇവിടെ ഈ കാണുന്ന ഗിവൺ ആണ് ഇവിടുത്തെ ഡിനോമിനേറ്ററായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് 0.4 ആണ്, ഇവിടെ ബി എന്ന് പറയുന്നതോ 0.7 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്താ വന്നിരിക്കുന്നത്? 4/7 ആണ് ആൻസർ വന്നിരിക്കുന്നത്. ഇനി നേരെ തിരിച്ച് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, ബി ഇൻ്റർസെക്ഷനും എ ഇൻ്റർസെക്ഷനും സെയിം ആണ് അല്ലേ, എ ഇൻ്റർസെക്ഷൻ ബിയും. അപ്പോൾ ഡിനോമിനേറ്ററിൽ വരേണ്ടത് എന്താ? ഈ ഗിവൺ ആയിട്ടുള്ള എ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ 0.4 ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞാലോ 0.6, ദാറ്റ് മീൻസ് 4/6 വന്നു, ദാറ്റ് മീൻസ് 2/3 ആണ് ഇവിടെ വരുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ശരിക്കും മനസ്സിലായല്ലോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് 2-3 ഫോമുലാസാണ്. ആ ഫോമുലാസ് അറിഞ്ഞാൽ ഈ മോഡൽ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഒന്നാമത്തെ അറിഞ്ഞിരിക്കേണ്ട ഫോമുല പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ദറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഈ ഫോമുല അറിഞ്ഞിരിക്കണം. കൂടാതെ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണെന്ന് അറിയണം. അടുത്ത ഫോമുല ഏതാണ്? പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ ദറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് എ അറിഞ്ഞിരിക്കണം. ഇനി അറിയേണ്ട ഫോമുല എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ഇ, ഒരു ഇവൻറ്റ് പ്രോബബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഡാഷ് ദറ്റ് ഈസ് ഈക്വൽ ടു 1 ആണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും മെയിൻ ഫോമുലാസ് എല്ലാം നമുക്ക് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ പ്രോബ്ലംസൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു 0.3, പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു 0.4, ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് വേർ എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. ഇപ്പോൾ നമ്മളോട് ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ചോയ്സ് തന്നിരിക്കുന്നത് 0.48, 0.51, 0.52, 0.58, 4 ചോയ്സസ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 0.3 ആണ്, പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 0.4 ആണ്. ഓക്കെ, എയും ബിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചോയ്സ് എടുക്കാൻ സെലക്ട് ചെയ്യാനായിട്ട്. വേറെ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ദറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് നമുക്കറിയാം. എയും ബിയും ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണ്. ഓക്കെ, ഞാൻ പ്രോബബിലിറ്റി ഓഫ് എ ആഡ് ചെയ്തു 0, പിന്നെ 0.4 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു ബി. ഓക്കെ, മൈനസ്, അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു ബി എന്ന് വെച്ചാൽ 0.3 ഇൻറ്റു 0.4. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ 0.7 മൈനസ് 0.12, അതായത് 0.70 മൈനസ് 0.12. 12 വന്നു കഴിഞ്ഞപ്പോൾ 10ന് 8, ഇവിടെ 58. അപ്പോൾ ഇവിടെ 0.58 ആണ് കിട്ടിയത്. ഇൻഡിപെൻഡൻ്റ് ആണ്. ഇത് കണ്ടുപിടിക്കാനൊന്നും പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഏതാണ് കൂടുതൽ ഓപ്ഷൻ എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 58 എന്ന് പറഞ്ഞാൽ ഈ 4th ഓപ്ഷൻ അതാണ് കൂടുതൽ. കണ്ടോ, എ യൂണിയൻ ബി ഇവിടെ 0.58 ആണ് ആൻസർ. ഓക്കെ, ഇനി 7th ക്വസ്റ്റ്യൻ,
A and B tried to solve problem independently. The probability that A solved the problem is 1/2 and that B solved the problem is 1/3. Find the probability that both of them solved the problem. The problem is solved. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 7th ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എ സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. പ്രോബബിലിറ്റി ഓഫ് ബി, അതായത് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ബിയുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/3 ആണ്. നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ 1 ആണെന്നറിയാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 1 ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇത് 1/2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് ദറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് എന്ന് പറയുന്നത് 1 മൈനസ് 1/2, അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് ദറ്റ് ഈസ് ഈക്വൽ ടു 1/2 ആണ്. ഇനി പ്രോബബിലിറ്റി ഓഫ് ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ഡാഷ് എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ 1/3 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ഡാഷ് 1 കൊടുത്തു. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബി ഡാഷ് എന്ന് പറയുന്നത് 1 മൈനസ് 1/3 ദിസ് ഈസ് ഈക്വൽ ടു 2/3. അപ്പോൾ രണ്ടും നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ബോത്ത് ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം. രണ്ട് പേരും പ്രോബ്ലം സോൾവ് ചെയ്യണം, അതിനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബോത്ത് ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം. ഇപ്പം നമുക്ക് രണ്ട് പേര് പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ എ ബി ഉണ്ട്, രണ്ട് പേര്. അപ്പോൾ രണ്ട് പേർക്കും പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് ഒരു കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പേരും പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കുന്ന കണ്ടീഷനാണ് ഡാഷ്. ഇനി നമുക്ക് മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നില്ല, ഈ ആൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, ബി ചെയ്യുന്നില്ല. നാലാമത്തെ കണ്ടീഷനോ എ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, ബി പ്രോബ്ലം സോൾവ് ചെയ്യുന്നില്ല. അങ്ങനെ 4 കണ്ടീഷൻസാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനുള്ളിൽ രണ്ട് പേരും പ്രോബ്ലം സോൾവ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടാൽ മതി. രണ്ട് പേരും പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. രണ്ട് പേരും പ്രോബ്ലം സോൾവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ഫൈൻഡ് ചെയ്താൽ മതി. ഒരാളെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുള്ളൂ, എക്സാക്ട്ലി വൺ ഓഫ് ദം പ്രോബ്ലം സോൾവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റി, പിന്നെ എന്ത് ചെയ്യണം, ഇതിൻ്റെ പ്രോബബിലിറ്റിയും കൂടി ചെയ്യണം, അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. അപ്പോൾ 4 കണ്ടീഷൻസാണുള്ളത്. ഈ 4 കണ്ടീഷനിൽ നിന്ന് ഏത് കണ്ടീഷൻ ചോദിച്ചാലും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, ബോത്ത് ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം. രണ്ട് പേരും പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ പ്രോബ്ലം രണ്ട് പേരും സോൾവ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി, അതായത് രണ്ടിൻ്റെ എന്ത് ചെയ്യും 1/2 ഇൻറ്റു 1/3 ദറ്റ് ഈസ് ഈക്വൽ ടു 1/6 ചാൻസ് ആണ് രണ്ട് പേരും പ്രോബ്ലം സോൾവ് ചെയ്യാൻ. ഇനി അടുത്തത് ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ്. അടുത്ത ചാൻസ് എന്താണ്, പ്രോബ്ലം ഈസ് സോൾവ്ഡ്. അപ്പോൾ പ്രോബബിലിറ്റി പ്രോബ്ലം ഈസ് സോൾവ്ഡ് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 1 മൈനസ് നൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം വേണമെങ്കിൽ കാണാം. പ്രോബബിലിറ്റി ഓഫ് നൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം. ഓക്കെ, എന്താ കാരണം, അതായത് പ്രോബ്ലം ഈ സോൾവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നോക്കി, ഇതിൻ്റെ ഉള്ളിൽ ഒരാൾ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്, രണ്ട് പേരും സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരാൾ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്, ഇതിലൊരാൾ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കേസും 4 കണ്ടീഷൻസ് എടുത്ത് നമ്മൾ 3 കണ്ടീഷൻസ് എടുത്ത് നമ്മൾ ആഡ് ചെയ്യണം. അതിന് ഈക്വലൻ്റാണ് ഈ ഒരു കണ്ടീഷൻ ചെയ്തിട്ട് 1ൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ നിന്ന് ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എടുക്കുക, അതായത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഡാഷ്, അതായത് 1 മൈനസ് എ ഡാഷിൻ്റെ പ്രോബബിലിറ്റി എന്താ 1/2, ഇതോ 2/3. അപ്പോൾ ഇതും കട്ട് ചെയ്ത് പോയാൽ നമുക്ക് 1 മൈനസ് 1/3, അതായത് 3 മൈനസ് 1 2/3 ആണ് പ്രോബ്ലം ഈ സോൾവ്ഡ്. അപ്പോൾ നമ്മളിനി ഓരോ കണ്ടീഷനും എടുത്തിട്ട് ഈ കണ്ടീഷനും ഇതും എല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കിക്കോളൂ, അപ്പോഴും നമുക്കിത് ആൻസർ കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ആൻസർ ചെയ്യാൻ പാകത്തിന് നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് തിയറമാണ്, എന്നാൽ പ്രൂഫായിട്ട് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. 8th ക്വസ്റ്റ്യൻ ആണ്.
If E and F are two independent events, then E dash and F dash are independent. ഒരു ക്വസ്റ്റൻ കൂടി, E and F dash are independent. E dash and F are independent. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് രണ്ട് ഇവൻറ്റുകൾ ഇയും എഫും ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറയുന്നത് ഫസ്റ്റ് പാർട്ട് ഇ ഡാഷ് ആൻഡ് എഫ് ഡാഷ് ഇത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇയും എഫും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാൻ പറ്റുക? ഉണ്ടോ, ഇൻറ്റു എഫ് എന്ന് എഴുതാം. ഓക്കെ, ഇതിനെ ഇ ഇൻറ്റു എഫ് എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പി ഇ ഡാഷ് ഇൻ്റർസെക്ഷൻ എഫ് ഡാഷ്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഇത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഡാഷ് ഇൻറ്റു എഫ് ഡാഷ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സാധനം ഞാൻ ഇവിടെ എഴുതുകയാണ്, എഫ് ഡാഷ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ടു പ്രൂവ്, അപ്പോൾ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുകയാണ് പ്രോബബിലിറ്റി ഓഫ് ഇ ഡാഷ് ഇൻ്റർസെക്ഷൻ എഫ് ഡാഷ് ദറ്റ് ഇസ് ഈക്വൽ ടു, നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഡി മോർഗൻസ് ലോ, പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫിൻ്റെ ഹോൾ ഡാഷ് എടുത്തു. അതായത് ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് ആണ് അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ഇതിൻ്റെ എക്സ്പാൻഷൻ, ഇ യൂണിയൻ എഫിൻ്റെ എക്സ്പാൻഷൻ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എഫ് മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ്. നമുക്കറിയാവുന്നതാണ് ഈ ഫോമുല. അപ്പോൾ ഞാൻ ഇതിനെ ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എഫ് മൈനസ് ഓഫ് മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ്. ക്ലിയർ അല്ലേ? മൈനസിനെ ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ദിസ് ഇസ് ഈക്വൽ ടു, ഒരു സ്റ്റെപ്പും കൂടി ഞാനിവിടെ എഴുതാണ്, 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എഫ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എഫ്. ഓക്കെ, ഇനി ഞാൻ ഇതിനെ ഞാനൊരു ഗ്രൂപ്പാക്കി. ഓക്കെ, അതുപോലെ ഇതിൽ നിന്ന് കോമൺ ആയിട്ട് പ്രോബബിലിറ്റി ഓഫ് എഫിനെ ഔട്ട് സൈഡിൽ എടുക്കുക. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ. ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ പ്രോബബിലിറ്റി ഓഫ് എഫ് ഔട്ട് സൈഡിൽ എടുത്തു. പ്രോബബിലിറ്റി ഓഫ് എഫിനെ ഔട്ട് സൈഡിലെടുത്തു. ഒരു പ്ലസ് എഫ് എടുക്കാം. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ്, ഇവിടെ നിന്ന് ഞാൻ പ്രോബബിലിറ്റി ഓഫ് എഫ് ഔട്ട് സൈഡിലെടുത്തു. അപ്പോൾ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ വന്നു നമുക്ക്. ഓക്കെ, കണ്ടോ, പ്രോബബിലിറ്റി ഓഫ് എഫ് ഔട്ട് സൈഡിൽ വന്നപ്പോൾ 1 മൈനസ് എഫ് ആണ് വന്നേക്കുന്നത്, വന്നു. അപ്പോൾ ഇതൊരു ഗ്രൂപ്പ്, ഇതൊരു ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൽ നിന്നും നമുക്ക് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇനെ ഔട്ട് സൈഡിലെടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇ പോന്നു കഴിഞ്ഞാൽ ഇവിടെ 1 മാത്രമാണ് ഉള്ളത്. ഇവിടെ നിന്ന് ഇ പോന്നു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എഫ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, കണ്ടോ, നമുക്ക് ഫോമുല അറിയാം, പ്രോബബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എഫ് ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ആണെന്നറിയാം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, അല്ല സോറി, എഫ് അല്ല, ഇ ഡാഷ് ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടുന്ന് പ്രോബബിലിറ്റി ഓഫ് ഇ ഡാഷ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ അല്ലേ. അപ്പോൾ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇക്ക് നമുക്ക് എന്ത് കൊടുക്കാം? പ്രോബബിലിറ്റി ഓഫ് ഇ ഡാഷ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിനെങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എഫ് ഡാഷ് എന്ന് കൊടുത്തുകൂടെ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി മാറി നമ്മുടെ പ്രൂഫ്? നമ്മുടെ പ്രൂഫ് പ്രൂവ് ചെയ്യാൻ എന്താ പറഞ്ഞിരിക്കണേ? ഇ ഡാഷ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എഫ് ഡാഷ്. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് ക്ലിയർ അല്ലേ? ഇത് എക്സാമിന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ്, നിങ്ങളതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇതിൽ നിന്ന് 3 പാർട്ടുണ്ട്. ആ 3 പാർട്ടും ഞാനിവിടെ പ്രൂവ് ചെയ്യാണ്. കാരണം ഇത്തവണ നമുക്ക് ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇ ആൻഡ് എഫ് ഡാഷ് ആർ ഇൻഡിപെൻഡൻ്റ് എന്നാണ്. കേട്ടോ, ഇ ആൻഡ് എഫ് ആർ ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു വെൻ ഡയഗ്രാം വരച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അത്. ഒരു വെൻ ഡയഗ്രാം വരച്ചു. അതിൻ്റെ ഉള്ളിൽ ഇതിനെ ഇ എന്നും ഇത് എഫ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് നമുക്കറിയാം ഈ ഇൻ്റർസെക്ഷനാണ്. ഈ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഈ ഇൻ്റർസെക്ഷൻ എഫ് ആണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അതായത് ഈ ഇൻ്റർസെക്ഷൻ എഫ് ഡാഷ് ആണ്. കണ്ടോ, എഫ് ഡാഷ് ആണ് ഇത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും ഭാഗം ഈ ഇൻ്റർസെക്ഷൻ എഫും,
അപ്പോൾ ഇതിൻ്റെ രണ്ടും കൂടി യൂണിയൻ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗമുണ്ട്. പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഡാഷ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ്. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്താലാണ് പ്രോബബിലിറ്റി ഓഫ് ഇ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ടു പ്രൂവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ എഴുതുക. ടു പ്രൂവ് ദാറ്റ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഡാഷ് ദാറ്റ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എഫ് ഡാഷ്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഡാഷ് ഇതിവിടെ നിർത്തിയിട്ട് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പ്രോബബിലിറ്റി ഓഫ് ഇ മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ്, അതായത് ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എഫ്. അപ്പോൾ ഇതിൽ നിന്ന് കോമൺ ആയിട്ട് പ്രോബബിലിറ്റി ഓഫ് ഇ ഔട്ട് സൈഡിൽ എടുത്ത് നോക്കി, 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എഫ് വന്നു. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻറ്റു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് എഫ് ഡാഷ്. അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞേ? ഇതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? ഈ ക്വസ്റ്റ്യൻ തന്നെ നേരെ തിരിച്ചും നമുക്ക് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ തന്നെ പ്രൂവ് ചെയ്യണം. അതായത് പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എന്നുള്ളത് ഇ ഡാഷ് ഇൻ്റർസെക്ഷൻ എഫ് ഡാഷ് എന്നാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഇ ഡാഷ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എഫ് എന്നാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് വെൻ ഡയഗ്രാമിൽ എന്ത് വരും? ആ വെൻ ഡയഗ്രാം ഒന്ന് മാറ്റി ഇതിങ്ങനെ വരയ്ക്കുക. അതായത് ഇത് ഇങ്ങനെ ഇ, ഇത് എഫ്. അപ്പോൾ ഇത് ഇ, ഇത് എഫ്, ഇത് ഇൻ്റർസെക്ഷനാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കേണ്ടത് എന്താ? ഇത് ഇൻ്റർസെക്ഷനാണ്, ഇയും എഫും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ. ഇവിടെയാണെങ്കിലോ ഇതിനെ ഇ കണ്ടോ, ഇ ഡാഷ് ഇൻ്റർസെക്ഷൻ എഫ് വന്നു. ദാറ്റ് മീൻസ് കണ്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ എഫ് എന്ന് പറയുന്ന ഇത്രയും ഭാഗം പ്രോബബിലിറ്റി ഓഫ് എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ നിന്ന് എന്ത് കൊടുക്കാം? പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഡാഷ് ഇൻ്റർസെക്ഷൻ എഫ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണതാണ്. പിന്നെ ഇതുപോലെ തന്നെ പ്രൂവ് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം, ഇങ്ങനെയും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ വെൻ ഡയഗ്രാം ഓർമ്മ വന്നാൽ മതി. കണ്ടോ, നമുക്ക് ആൻസർ കിട്ടും. കാരണം ഈ ഷെയ്ഡഡ് പോർഷൻ നോക്കൂ. അപ്പോൾ എഫിൻ്റെ കംപ്ലീഷൻ, ഇ ആണെങ്കിൽ ഇയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ളത് എഴുതാം പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ തേർഡ് പാർട്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, തേർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിലെ പ്രോബ്ലംസ് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ടിലെ പ്രോബ്ലംസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എഴുതി വയ്ക്കുക. ഓൾമോസ്റ്റ് എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസുമാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സെയിം പോലത്തെ ക്വസ്റ്റ്യൻസ് വീണ്ടും വരാം. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? വേറെ പേപ്പറിലേക്ക് നിങ്ങൾ എഴുതി വെക്കണം. അതുപോലെ വേറൊരു പേപ്പറിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എന്തെല്ലാം ഫോമുലാസാണോ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ ഫോമുലാസ് എല്ലാം നിങ്ങൾ 1 by 1 ആയിട്ട് അതും ആ ചാപ്റ്ററിൻ്റെ പേര്, ഇപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പേര് കൊടുത്തിട്ട് ഇപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഫോമുല, ഇൻഡിപെൻഡൻറ്റിൻ്റെ ഫോമുല, ആ ഫോമുലാസ് ഓർഡറിൽ എഴുതുക, പ്രോബ്ലംസ് ഓർഡറിൽ എഴുതി വെക്കുക. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ സ്പീഡ് റീഡിംഗ് ആണ് നമുക്ക് നിങ്ങളുടെ എക്സാമിന് വേണ്ടത്. ഒരു പരീക്ഷണം പോലെയാണ്. കുറേ അധികം ക്വസ്റ്റ്യൻസ് തരും, കുറച്ച് സമയവും തരും. അപ്പോൾ നമ്മൾ സ്പീഡിൽ വായിച്ച് ക്വസ്റ്റ്യൻസ് മേക്ക് ഔട്ട് ചെയ്യണം. ഇന്ന പ്രോബ്ലം എനിക്ക് ചെയ്യാൻ പറ്റും, ഇന്നത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു മുൻവിധി പെട്ടെന്ന് തന്നെ കണ്ടാൽ മനസ്സിലാക്കണം. അതിന് ക്വസ്റ്റ്യൻസ് സ്പീഡിൽ വായിക്കാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി പ്രോബബിലിറ്റി നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.